ഈ കഥ 1970-കളിൽ നടന്നതാണ്. നൈനിത്താളിലെ രത്തൻ ജഹാംഗീറിന്റെ കുടുംബം വളരെ സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ റയയും പിന്നെ മകൾ ശ്വേതയും ഉണ്ടായിരുന്നു. ശ്വേതയുടെ 16ാമത്തെ പിറന്നാളിന്റെ അന്ന് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ബർത്ത്ഡേ പാർട്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ ശ്വേത അവളുടെ മുത്തശ്ശൻ ജഗദീഷ് ജഹാംഗീറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ആലോചനയോടെ അങ്ങനെ നിന്നു. അപ്പോഴാണ് അവളുടെ അച്ഛൻ രത്തൻ അവളുടെ അടുത്തേക്ക് ചെന്നത്. എന്തു പറ്റി ശ്വേതേ, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഡാഡി ഒരിക്കലും എന്നോട് മുത്തച്ഛനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പ്ലീസ് എനിക്ക് മുത്തച്ഛനെ പറ്റി പറഞ്ഞതാ. ശ്വേത, നിന്റെ മുത്തശ്ശൻ ഒരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. ഗവൺമെന്റ് അദ്ദേഹത്തിന് അവാർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിനക്കറിയാമോ? കാരണം അദ്ദേഹമാണ് ഹാബ ബ്രിഡ്ജിന്റെ നിർമ്മാണങ്ങളൊക്കെ നടത്തിയിരുന്നത്. ആ അതെനിക്കറിയാം ഡാഡ്. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയ പാലം ഉണ്ടാക്കിയതെന്ന്. ഈ ജോലി അദ്ദേഹം തനിച്ചല്ല ചെയ്തത് ശ്വേതേ. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ഡാഡ്, നമ്മൾ എപ്പോഴാ ആ ബ്രിഡ്ജ് കാണാൻ പോവുക? ഇത് കേട്ടപ്പോൾ രത്തനെ കുറിച്ച് വിഷമം തോന്നി. ശ്വേത ചോദിച്ച കാര്യത്തിന് ഉത്തരം പറയാൻ അയാൾ വിഷമിച്ചു. മോളെ, അത് സിറ്റിയുടെ വേറൊരു മൂലയിലാണുള്ളത്. പിന്നെ നമ്മൾ അവിടം വരെ എത്താൻ ഒരുപാട് സമയമെടുത്തേക്കും. ഇത് ഡാഡി എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്ലീസ്, ഇന്ന് ഒരു ഒഴിവ് കഴിവും നടക്കില്ല. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് ഡാഡ്. അങ്ങനെയാണെങ്കിൽ ശരി, ഇന്ന് തന്നെ നിന്റെ ആ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ ശ്വേതയ്ക്ക് ഒരുപാട് സന്തോഷമായി. അവൾ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ റയ രത്തന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ശ്വേതയെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് കൊണ്ടുപോകരുത്. അവിടെ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. എങ്ങനെ ഞാൻ അവളോട് പറ്റില്ല എന്ന് പറയും? നിങ്ങൾ പറഞ്ഞാ കേക്കില്ല. നമ്മുടെ കുടുംബം ആ പാലത്തിൽ നിന്ന് എന്തുമാത്രം അകന്നിരിക്കുന്നോ അത്രയും നന്ന്. നീ വിഷമിക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അതും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ. ശ്വേതയും രത്തനും റേയും ബ്രിഡ്ജ് കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ശ്വേതയുടെ മുത്തശ്ശന്റെ ഫോട്ടോ ഭിത്തിയിൽ നിന്നും താഴെ വീണു. ഫോട്ടോയുടെ കണ്ണടിച്ചിലെല്ലാം പൊട്ടിപ്പോയി. ഫോട്ടോയിലിരുന്ന മുത്തശ്ശന്റെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീർ വന്നുകൊണ്ടിരുന്നു. രത്തൻ, റയ, ശ്വേത അവർ മൂന്നുപേരും ബ്രിഡ്ജിന് മുന്നിൽ നിന്നു. ആ ബ്രിഡ്ജ് വളരെ വലുതും ഭംഗിയുള്ളതുമായിരുന്നു. ശ്വേതയ്ക്ക് ശരിക്കും വിശ്വസിക്കാനായില്ല. അതായത് അവളുടെ മുത്തശ്ശനാണ് ഈ ബ്രിഡ്ജ് പണിതതെന്ന്. ഡാഡി എന്നോട് പറഞ്ഞല്ലോ പാലം ദൂരെയാണെന്ന്. പക്ഷെ നമ്മളിപ്പോൾ എത്ര പെട്ടെന്നാ എത്തിയത്. രത്തനും റയയും പരസ്പരം നോക്കിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ റയ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അവൾ വാശി പിടിച്ചു. വാ ശ്വേത, നമുക്കിവിടുന്ന് പോകാം. ഇനി ഇവിടെ നിൽക്കരുത്. അതെങ്ങനെയാ? ഇത്ര പെട്ടെന്ന് പോവേണ്ട അമ്മേ. എനിക്ക് ആ പാലത്തിന്റെ മുകളിലേക്ക് പോകണം. രത്തനും റേയും അത് കേട്ടപ്പോൾ ഭയന്നുപോയി. വേണ്ട മോളെ, നമുക്കിവിടെ നിന്ന് പോകാം. നീ വാ, കാറിൽ കയറിയിരിക്കേ. ദേഷ്യം വന്നതുപോലെ റയ അഭിനയിച്ചു. രത്തനും റയയും കാറിൽ കയറിയിരുന്നു. അപ്പോൾ ശ്വേത ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ടവൾ ആ ബ്രിഡ്ജിനടുത്തേക്ക് ഓടി. അവൾ ഓടിച്ചെന്ന് ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറി. രത്തനും റയയും വല്ലാതെ പേടിച്ചുപോയി. അവർ അവളുടെ പിന്നാലെ ഓടി. ആ ബ്രിഡ്ജിന്റെ തൂണിന്റെ അകത്തായിട്ട് 3 അസ്ഥികൂടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ അസ്ഥികൂടത്തിന്റെയും കണ്ണുകൾ തുറന്നു. എന്നിട്ട് അത് ആ തൂണിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. റയ ഭയന്നുപോയി. എന്നിട്ട് ശ്വേതയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ശ്വേത, തിരിച്ചു വാ. ഈ പാലം നമ്മുടെ കുടുംബത്തിനൊരു ശാപമാണ്. അമ്മ എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പാലം എത്ര മനോഹരമാണ്. ഇവിടെയുള്ള ചുറ്റുപാടുകൾ എത്ര നല്ലതാണ്. നമുക്കിവിടെ ദിവസവും വരണം. ഈ പാലമാണ് നിന്റെ മുത്തച്ഛനെ കൊന്നത്. ഇത് കേട്ടതും ശ്വേത ആകെ ഞെട്ടിപ്പോയി. എന്നിട്ട് രത്തന്റെ അടുത്തേക്ക് ചെന്നു. അമ്മ എന്താ ഈ പറയുന്നേ? മുത്തച്ഛനെ കൊന്നെന്നോ? അതെ മോളെ, നിന്റെ മുത്തച്ഛൻ 1923 ഈ പാലം ഉണ്ടാക്കിയത്. 3 കൂലിക്കാർ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അവർ 3 പേരും മരിച്ചു. പാലത്തിന്റെ നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതിനാൽ അവരുടെ ശവം പുറത്തെടുക്കാൻ പ്രയാസമായിരുന്നു. ആ 3 പേരുടെയും ശവം ഈ പാലത്തിന്റെ അടിയിൽ മണ്ണിലേക്ക് താണു. ഈ പാലം ഉണ്ടാക്കിയതിനു ശേഷം നിന്റെ മുത്തച്ഛന്റെ ആരോഗ്യം മോശമായി. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് തകരാറുമുണ്ടായി. അവിടെ പണിതുകൊണ്ടിരുന്ന 3 തൊഴിലാളികൾ മരിക്കാൻ കാരണം എന്റെ ശ്രദ്ധക്കുറവാണ്.
നമ്മുടെ കുടുംബത്തിലെ ഇനി ഒരാളും ഒരിക്കലും ആ ബ്രിഡ്ജിന്റെ പുറത്ത് കയറില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തരുന്നു അച്ഛാ. നിന്റെ മുത്തച്ഛൻ എപ്പോഴും 3 അസ്ഥികൂടങ്ങൾ കാണുമായിരുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹവും മരിച്ചു. അന്നു മുതൽ ഞങ്ങൾ ഈ പാലത്തിൽ കയറുന്നത് അവസാനിപ്പിച്ചു. കാരണം അതായിരുന്നു നിന്റെ മുത്തച്ഛന്റെ അവസാനത്തെ ആഗ്രഹം. നീ വാ, നമുക്കിവിടുന്ന് പോകാം. അവർ 3 പേരും കാറിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോ ഭൂമി മൊത്തം കുലുങ്ങാൻ തുടങ്ങി. 3 പേരും പേടിച്ചുപോയി. അവർ പരസ്പരം നോക്കി. എന്താണ് നടക്കുന്നത് ഡാഡ്? എനിക്ക് പേടിയാകുന്നു. പേടിക്കാതെ മോളെ, നീ എന്റെ കയ്യെ പിടിച്ചോ. ശ്വേത രത്തന്റെ കയ്യിൽ പിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ഭൂമിക്കടിയിൽ നിന്നും ഒരു അസ്ഥികൂടം പുറത്തേക്ക് വന്നത്. അത് ശ്വേതയുടെ മുന്നിൽ വന്ന് നിന്നു. അതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അത് വളരെയധികം കോപത്തോടു കൂടി ശ്വേതയെ നോക്കി. രത്തൻ ശ്വേതയുടെ പുറകെ ഓടാൻ തുടങ്ങി. അപ്പോ വേറൊരു അസ്ഥികൂടം കൂടി പുറത്തേക്ക് വന്നു. എന്നിട്ട് അവരുടെ മുൻപിൽ നിന്നു. ആ അസ്ഥികൂടം തന്റെ വാ തുറന്ന് ശക്തമായ കാറ്റുണ്ടാക്കി. അപ്പോൾ രത്തൻ ആ കാറ്റിന്റെ ശക്തിയിൽ പുറകോട്ട് പോകാൻ തുടങ്ങി. അയാൾ ബ്രിഡ്ജിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. റേയും ശ്വേതയും അയാളെ രക്ഷിക്കാനായിട്ട് ഓടിച്ചെന്നു. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് ഇവിടുന്ന് പോകൂ, നിൽക്കണ്ട, പൊയ്ക്കോളൂ. നമ്മൾ മരിക്കും. ഇവരെല്ലാം നമ്മളെ കൊന്നുകളയും. പെട്ടെന്ന് ഇവിടുന്ന് പോകൂ, പോകൂ റയാ. അപ്പോ ആ 2 അസ്ഥികൂടങ്ങളും അവരുടെ നേർക്ക് വന്നു. അപ്പോൾ റേയും ശ്വേതയും പുറകിലേക്ക് നടന്നുകൊണ്ടിരുന്നു. ശ്വേതയും റേയും ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു. ആ 2 അസ്ഥികൂടങ്ങളും തന്റെ കൈകൾ ഉയർത്തി ശ്വേതയുടെയും റേയുടെയും നേർക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ നേർക്ക് തീ തുപ്പാൻ ആരംഭിച്ചു. റേയ ശ്വേതയുടെ മുന്നിലേക്ക് വന്ന് മറഞ്ഞു നിന്നു. അപ്പോ അവളുടെ ശരീരം മൊത്തം തീ പിടിച്ച് ചാമ്പലായി മാറി. അങ്ങനെ അവൾ മരിച്ചുപോയി. മൂന്നാമത്തെ അസ്ഥികൂടം രത്തന്റെ ശരീരത്തിലേക്ക് ശക്തമായ കാറ്റൂതി വിട്ടു. രത്തൻ ബ്രിഡ്ജിൽ ഇരുന്ന് താഴെ വെള്ളത്തിലേക്ക് വീണു. രത്തൻ വെള്ളത്തിൽ തന്റെ കൈകാലുകൾ ഇട്ട് അടിക്കാൻ തുടങ്ങി. അയാൾക്ക് നീന്താൻ അറിയില്ലായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അയാൾ വെള്ളത്തിലേക്ക് മുങ്ങി അങ്ങനെ മരിച്ചുപോയി. ആ 3 അസ്ഥികൂടങ്ങളും ശ്വേതയുടെ അടുത്തേക്ക് പതിയെ നടന്നു വന്നു. ശ്വേത ആ അസ്ഥികൂടങ്ങളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പക്ഷെ അവളുടെ കാലുകൾ ഇങ്ങനെ ചലിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ നിന്ന സ്ഥലത്ത് തന്നെയാണ് നിന്ന് ഓടിക്കൊണ്ടിരുന്നത്. അസ്ഥികൂടങ്ങൾ അവളുടെ ചുറ്റും വളഞ്ഞു. ഒരു അസ്ഥികൂടം അവളുടെ നേർക്ക് തീ തുപ്പി, മറ്റൊന്ന് അവളെ തള്ളിമറിച്ചിട്ടു. മൂന്നാമത്തെ അസ്ഥികൂടം ബ്രിഡ്ജിൽ നിന്നും അവളെ താഴെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ആ 3 അസ്ഥികൂടങ്ങളും ജഹാംഗീർ കുടുംബത്തെ നാമാവശേഷമാക്കി മാറ്റി. കൂലിപ്പണിക്കാരുടെ ആ 3 അസ്ഥികൂടങ്ങളും അവരുടെ പ്രതികാരം തീർത്തു കഴിഞ്ഞു.